വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥം തേടിയുള്ള 9 ദിവസത്തെ നൊവേന 2-ാം ദിവസം. പ്രാരംഭ പ്രാർത്ഥന. ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് സ്വർഗം ചിലവഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങളുടെ മേൽ റോസാപ്പൂക്കൾ ചൊരിയണമേ. ദൈവത്തിന്റെ കരുണ നിറഞ്ഞ സ്നേഹത്തിൽ ശരണപ്പെടാനും താഴ്മയുടെയും ആത്മസമർപ്പണത്തിന്റെയും പാത പിന്തുടരാനും ഞങ്ങളെ സഹായിക്കണമേ. 2-ാം ദിവസത്തെ നിയോഗം. രോഗികൾക്ക് വേണ്ടി. സഹനങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിച്ച വിശുദ്ധെ, മാരകമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കണമേ. ശാരീരികവും മാനസികവുമായ രോഗപീഠകൾ അനുഭവിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആശ്വാസവും സൗഖ്യവും ലഭിക്കാൻ അവിടുത്തെ സന്നിധിയിൽ അപേക്ഷിക്കണമേ. ലളിതമായ വിശ്വാസത്തിലും ദൈവത്തോടുള്ള അഗാധമായ സ്നേഹത്തിലും ജീവിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യയെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ എന്നെയും പഠിപ്പിക്കണമേ. ദൈവത്തിരുമുമ്പിൽ എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പ്രത്യേകിച്ച് ഈ 9 ദിവസങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്ന ഈ നിയോഗം, നമ്മുടെ നിയോഗം ഇവിടെ പറയുക. സാധിച്ചു തരണമേ. ദൈവഹിതം സമാധാനത്തോടെ സ്വീകരിക്കാനും അവിടുത്തെ കരുണയിൽ ആത്മവിശ്വാസത്തോടെ നടക്കാനും എന്നെ സഹായിക്കണമേ. ആമേൻ. സമാപന പ്രാർത്ഥന. ഈശോയുടെ ചെറു പുഷ്പമായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും അങ്ങ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാനും അങ്ങ് സമർപ്പിച്ചതുപോലെ ദൈവത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കാനും സഹായിക്കണമേ. ആമേൻ. ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു തൃത്വത്തിന് സ്തുതിയും ചൊല്ലാവുന്നതാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.